മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി CMI വൈദികൻ ഫാദർ അനിൽ മാത്യുവിന് ജാമ്യം ലഭിച്ചു. ഭോപ്പാലിലെ ബാലികാ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച കേസിൽ നിരപരാധിത്വം തെളിഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. അനുമതിയില്ലാതെ ബാലികാ സംരക്ഷണ കേന്ദ്രം നടത്തിയെന്ന കേസിൽ ഈ മാസം ആദ്യവാരത്തിലാണ് ഫാദർ അനിൽ അറസ്റ്റിലായത്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഭോപ്പാലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് അധികൃതർ ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. പിന്നാലെ ബാലാവകാശ കമ്മീഷൻ സ്ഥാപനം റെയ്ഡ് ചെയ്തു. പരിശോധനയിൽ 26 കുട്ടികളെ കാണാനില്ലെന്ന് ആരോപിച്ചിരുന്നു. ഇവർ പഠനം കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിയതാണെന്ന് അറിയിച്ചെങ്കിലും ഇത് വിലക്കെടുക്കാൻ അധികൃതർ തയ്യാറായില്ല. കാണാതായെന്ന് അധികൃതർ ആരോപിക്കുന്ന 26 കുട്ടികളുടെ മാതാപിതാക്കൾ മക്കൾ തങ്ങളോടൊപ്പം സുരക്ഷിതരാണെന്ന് വ്യക്തമാക്കി കോടതിയിൽ കത്ത് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഭോപ്പാൽ കോടതി ജാമ്യം അനുവദിച്ചത്. ലത്തീൻ കത്തോലിക്കർ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് സുൽത്താൻപേട്ട് ബിഷപ്പ് ഡോക്ടർ അന്തോണിസ്വാമി പീറ്റർ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്ന KLCA-യുടെ 52ാമത് സംസ്ഥാന ജനറൽ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് ഷെറി J. തോമസ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം മുതലപ്പൊഴി കേസുകൾ പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. സാമ്പത്തിക സാമൂഹിക സർവേ നടപ്പിലാക്കി വിവിധ ഉദ്യോഗങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ പ്രാതിനിധ്യം വെളിപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച മുന്നണികളുടെ നയം വ്യക്തമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. യുദ്ധം തകർത്ത യുക്രൈനിലെയും കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്നിരുന്ന മറ്റ് 27 രാജ്യങ്ങളിലെയും തങ്ങളുടെ സഹോദരങ്ങളെ പിന്തുണയ്ക്കാൻ ധനസമാഹരണ യജ്ഞവുമായി അമേരിക്കൻ മെത്രാൻ സമിതി. ഫെബ്രുവരി 14-ന് വിഭൂതി ബുധനാഴ്ചയോടനുബന്ധിച്ചാണ് സവിശേഷമായ ഈ ധനസമാഹരണം നടത്തുന്നത്. ഉക്രൈൻ യുദ്ധത്തിന്റെ ഇരകൾക്ക് അടിയന്തര ദുരിതാശ്വാസ സഹായമായ $2 മില്യൺ തുക അമേരിക്കൻ സഭ കൈമാറിയിരുന്നു. പത്തനംതിട്ട രൂപതയിൽ നടന്ന കുട്ടികളുടെ ദിവ്യകാരുണ്യ കോൺഗ്രസ് ശ്രദ്ധേയമായി. രൂപത അധ്യക്ഷൻ സാമുവൽ മാർ ഐറേനിയോസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. രൂപതയിലെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾക്ക് ഏഞ്ചൽസ് ആർമി ടീം നേതൃത്വം നൽകി. ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 1000-ലധികം കുട്ടികളും വൈദികരും സിസ്റ്റേഴ്സും അധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ദിവ്യകാരുണ്യ ആരാധനയും വിവിധ വിഷയങ്ങളിലുള്ള ക്ലാസുകളും ഉണ്ടായിരുന്നു. നേരത്തെ രൂപതാ ദിനത്തോടനുബന്ധിച്ച് ഇടവക പ്രതിനിധികളും രൂപതയിലെ എല്ലാ വൈദികരും സമർപ്പിതരും പങ്കെടുത്ത ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നിരുന്നു. ആശുപത്രിയിലെ ചാപ്പൽ പൊതു മത ആരാധന കേന്ദ്രമാക്കി മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം സർവകലാശാലയിലാണ് സംഭവം. ചാപ്പലിലെ ക്രൂശിതരൂപം ഉൾപ്പെടെ നീക്കം ചെയ്താണ് പൊതു മത ആരാധന കേന്ദ്രമാക്കി മാറ്റിയത്. ചാപ്പൽ പരിവർത്തനം ചെയ്ത നടപടിക്കെതിരെ ഓൺലൈൻ പെറ്റീഷനുമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ രംഗത്തെത്തിയിട്ടുണ്ട്. ജീവനക്കാർക്കും രോഗികൾക്കും സന്ദർശകർക്കും നിശബ്ദ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സംഘടിത ശുശ്രൂഷകൾക്കുമുള്ള പ്രധാനപ്പെട്ട ഇടമായി ഈ ചാപ്പൽ ഉപയോഗിച്ചിരുന്നു. പ്രധാന ചുമരിലെ ക്രൂശിതരൂപമായിരുന്നു ചാപ്പലിലെ മുഖ്യ ആകർഷണം. നിരവധി മലയാളികൾ കൂടി ആശ്രയിക്കുന്ന ചാപ്പലായതിനാൽ ഓൺലൈൻ പെറ്റീഷനിൽ 100 കണക്കിന് മലയാളികളും ഭാഗമാകുന്നുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.